ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വർഷയുടെയും ശ്രീകാന്തിൻ്റെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ആഘോഷിക്കുന്നുണ്ട്. പരിപാടികളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രക്ക് ഭയങ്കര കാലുവേദനയാണ്. കാരണം ഡാൻസ് ഒക്കെ കളിച്ചല്ലോ, കാലൊക്കെ നല്ല വേദന എടുത്തിരിക്കുമ്പോഴേക്കും നമ്മുടെ രേവതി ചൂടുവെള്ളമൊക്കെ കൊണ്ടുവന്ന് തടവിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഹോളിൽ തന്നെ കൂടിയിരിക്കുമ്പോഴേക്കും സുധി വന്ന് ചോദിക്കുന്നുണ്ട്, അല്ല ഈ വർഷം എന്താ ലേറ്റായിട്ട് വന്നത്? എത്ര നേരം ആ വർഷയ്ക്ക് വേണ്ടി എല്ലാവരും കാത്തിരുന്നത്? എല്ലാവർക്കും മതിയായി, വിശക്കാനുള്ള ടൈമും തുടങ്ങി. വർഷം എന്ത് ചെയ്യുമായിരുന്നു അത്ര നേരം എന്ന് ചോദിക്കുമ്പോഴേക്കും വർഷം നിന്ന് പരിങ്ങുവാണ്. കാരണം ഇവരോടൊക്കെ എന്ത് മറുപടി പറയും എന്ന് ഓർത്തിട്ട് വർഷ ടെൻഷൻ അടിച്ചിരിക്കുവാണേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അത് പിന്നെ ഒരു ജോലിക്ക് പോയാൽ പറഞ്ഞ സമയത്തൊന്നും നമുക്ക് തിരിച്ചെത്താൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ ഞാൻ തന്നെ എന്തെങ്കിലും പരിപാടിയാണെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് എത്താറുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ വർഷം അങ്ങനെയല്ല, കറക്റ്റ് സമയത്ത് എത്തിയില്ലേ, അതുപോലെ എന്നൊക്കെ പറഞ്ഞ് സച്ചി ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വർഷ ശ്രീകാന്തിനോടായിട്ട് പറയുന്നുണ്ട്, സച്ചിയേട്ടൻ എന്നെ രക്ഷിച്ചോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഉള്ള സത്യങ്ങളൊക്കെ ഇവരോടൊക്കെ തുറന്ന് വിളിച്ച് പറഞ്ഞാനായിരുന്നു എന്ന് പറയുവാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ വർഷ മുറിയിൽ പോയി ഒരു ഗിഫ്റ്റുമായിട്ട് രേവതിയുടെ അടുത്തോട്ട് വരുവാണ്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, ഇതെന്താ വർഷേ? അപ്പോൾ വർഷ പറയുന്നുണ്ട്, ഇതെൻ്റെ രേവതി ചേച്ചിക്ക് വേണ്ടി ഞാനൊരു ഗിഫ്റ്റ് മേടിച്ചതാന്ന് പറയുവാണ്. അപ്പോൾ രേവതി ചോദിക്കും, ഗിഫ്റ്റോ? എനിക്കോ? എന്തിനെന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ഈ പരിപാടി ഇന്ന് ഗംഭീരമായിട്ട് നടക്കാൻ തന്നെ കാരണം രേവതി ചേച്ചിയാന്ന് പറയുമ്പോഴേക്കും ബാക്കി എല്ലാവരും ചോദിക്കും, രേവതിയോ? അവൾ എന്ത് ചെയ്തിട്ടാ പരിപാടി ഗംഭീരമായെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി ആ സിറ്റുവേഷൻ വീണ്ടും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അത് പിന്നെ നമ്മുടെ ഹോളൊക്കെ ഡെക്കറേറ്റ് ചെയ്തത് രേവതിയല്ലേ, അതാണ് വർഷം ഉദ്ദേശിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വർഷം നിർബന്ധിക്കുകയാണ്, രേവതി ചേച്ചി ഗിഫ്റ്റ് മേടിക്കുക എന്ന് പറയുമ്പോഴേക്കും രേവതി ഗിഫ്റ്റ് മേടിച്ചിട്ട് തുറന്നൊക്കെ നോക്കുന്നുണ്ട്. തുറന്നു നോക്കുമ്പോഴേക്കും നല്ല അടിപൊളി ഫോണാണ്. ചന്ദ്രയുടെയും ശ്രുതിയുടെയും കണ്ണൊക്കെ തള്ളിപ്പോകുന്നുണ്ട്. അപ്പോൾ രേവതി ആ ഫോൺ എടുത്ത് സച്ചിനെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് രേവതി ചോദിക്കും, വർഷേ ഇതെന്താ ഫോണ്? എനിക്ക് ഫോൺ ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചിയുടെ കയ്യിലിരിക്കുന്നത് പഴയ മോഡൽ ഫോണല്ലേ, ഇത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. രേവതി ചേച്ചിയുടെ ബിസിനസ്സിന് ഈ ഫോൺ എന്തായാലും നല്ലപോലെ യൂസ് ആവും. കാരണം ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ നല്ല ക്ലാരിറ്റിയിൽ ഇതും കൊണ്ട് എടുക്കാൻ സാധിക്കും എന്നൊക്കെ വർഷ പറയുവാണേ. ചന്ദ്ര കളിയാക്കുന്നുണ്ട്, ഇവളെന്താ ഫോണും കൊണ്ടാണോ പൂ കെട്ടാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചിയും രേവതിയും ഇങ്ങനെ ചന്ദ്രയെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എന്തിനാ ഇവയ്ക്ക് ഇത്രയും വിലയുള്ള ഫോണ്? ഇവയ്ക്ക് ഏതെങ്കിലും സാധാരണ ഫോണൊക്കെ പോരെ, അവളുടെ കയ്യിലിരിക്കുന്നത് തന്നെ ധാരാളം എന്നൊക്കെ പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ആൻറ്റി എന്തിനാ ഇങ്ങനെ രേവതി ചേച്ചി എപ്പോഴും പുച്ഛിച്ച് സംസാരിക്കുന്നത്? ഓരോരുത്തരുടെ മനസ്സിനെ ആശ്രയിച്ചാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. രേവതി ചേച്ചിയുടെ മനസ്സ് അത്രയും നല്ല മനസ്സാണ്, ആ മനസ്സിന് ഡയമണ്ട് വരെ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ എനിക്ക് തോന്നുന്നുണ്ടെന്നൊക്കെ വർഷ പറയുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ അസൂയൊക്കെ കൊണ്ട് കണ്ണും തള്ളി നിൽക്കുവാണേ. ശ്രീകാന്തെ ഫോൺ അടിപൊളിയായിട്ടുണ്ടെന്ന് സച്ചി പറയുന്നുണ്ട്, എനിക്ക് രേവതിക്ക് ഇതുവരെ ഫോൺ കൊടുക്കാനുള്ള ഐഡിയ ഒന്നും തോന്നിയില്ല, ഏതായാലും ഈ ഫോൺ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, രേവതി ചേച്ചി ഇപ്പോൾ ഒരു ബിസിനസ് വുമൺ അല്ലേ, സ്മാർട്ട് ഫോണൊക്കെ ഒരുപാട് യൂസ് ആവും എന്നൊക്കെ പറയുവാണ്. അപ്പോൾ നമ്മുടെ അസൂയ കയറിയ ശ്രുതിനോട് പറയുന്നുണ്ട്, കണ്ടില്ലേ ശ്രുതി, നമ്മൾ റിംഗ് ആണ് അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തത്, എന്നിട്ട് നമുക്ക് തിരിച്ചിങ്ങോട്ടൊന്നും തന്നില്ല. അവരൊരു ബൊക്ക കൊണ്ടുപോയി കൊടുത്തിട്ട് അവർക്ക് നല്ല വില കൂടിയ ഫോണൊക്കെ കൊടുക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ ശ്രുതി, എനിക്ക് രേവതിയെ പോലെ നല്ലവളായിട്ടൊന്നും അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയുവാണ്. എന്തിനാ വർഷ എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ഗിഫ്റ്റൊക്കെ തരുന്നതെന്ന് രേവതി ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, രേവതി ചേച്ചി എനിക്കും ശ്രീകാന്തിനും ഒരുപാട് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഫാമിലിയിൽ. ഞങ്ങളെക്കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നത് ഈ ഫോൺ മേടിച്ച് തരാൻ പറ്റുന്നതാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഡയമണ്ട് റിംഗ് ആണ് മേടിച്ചു തരാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വർഷ അങ്ങോട്ട് പോവാണേ. രേവതിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ചന്ദ്ര ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. എല്ലാവരും പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ ചന്ദ്രയോട് പറയുന്നുണ്ട്, ചന്ദ്രേ നീ എല്ലായിടത്തും രേവതിയെ താഴ്ത്തിക്കെട്ടിയാൽ സംസാരിക്കാറ്, കണ്ടില്ലേ ആ വർഷ എത്ര നന്നായിട്ടാണ് അവൾ സംസാരിച്ചത്, നിന്നെക്കാളും എത്രയോ പ്രായം കുറവാണ് അവൾക്ക്, പക്ഷെ അവൾ പറഞ്ഞതെല്ലാം കാര്യമാണ്, കണ്ടു പഠിക്കുമെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ പോവാണ് അവിടെ നിന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും മീരയും കൂടി ആൻ്റണിക്കായിട്ട് റോട്ടിൽ കാത്തിരിക്കുവാണ്. ആൻ്റണി വരുമ്പോഴേക്കും ചോദിക്കുന്നുണ്ട്, ഇതെന്താ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പുറത്ത് വെച്ച് കാണണം എന്ന് പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ ആൻ്റണിയുടെ കയ്യിൽ നിന്ന് പലിശക്ക് പൈസ മേടിക്കുന്നതൊക്കെ സച്ചി അറിഞ്ഞു, ഇനി ഓഫീസിൽ വന്നാൽ ശരിയാവില്ല, അതുകൊണ്ടാണ് പുറത്ത് നിന്ന് മീറ്റ് ചെയ്യാമെന്നൊക്കെ പറയുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആൻ്റണി ചോദിക്കും, എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി കാര്യം പറയുവാണേ. ആ വീഡിയോ റിലീസായതിൻ്റെ പിന്നിൽ ആൻ്റണിയാണോ എന്ന് സച്ചിക്ക് നല്ല സംശയമുണ്ടെന്ന് പറയുമ്പോഴേക്കും ആൻ്റണി ചിരിക്കുവാണ്.
പറയുവാണ്. അപ്പോൾ ഇവരെന്താ ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, സച്ചിക്കല്ലെങ്കിലും ആ വീഡിയോ റിലീസായപ്പോൾ തന്നെ എന്നെയായിരുന്നു സംശയം. ഇത് നിങ്ങൾ പറഞ്ഞിട്ട് വേണോ എനിക്കറിയാമെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ആൻ്റണി എല്ലാവരെയും പോലെയുള്ള സച്ചി കുറച്ച് സൂക്ഷിക്കണം എന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, സച്ചിനെ പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ എനിക്കറിയാമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആൻ്റണിയിൽ നിന്നും സത്യങ്ങൾ അറിയാൻ വേണ്ടി സച്ചി ഏത് വഴിയും സ്വീകരിക്കും. ഞാനാണ് ഇതിൻ്റെ പിന്നിലെന്നെങ്ങാനും സച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ ആൻ്റണി, ആകെ പ്രശ്നമാവും. അതുകൊണ്ട് ആൻ്റണി കെയർഫുള്ളായിട്ടിരിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും ആൻ്റണി അതൊക്കെ ശ്രദ്ധിച്ചോളാം എന്ന് പറയുവാണേ. അപ്പോഴേക്കും ആൻ്റണിയുടെ കൂടെയുള്ള ഒരാൾ പറയുന്നുണ്ട്, ആൻ്റണി ചേട്ടാ ഇവർ പറയുന്നത് ശരിയാ. ഒരു ദിവസം ഞാൻ ശരത്തിനെ പുറത്തുനിന്ന് കണ്ടപ്പോഴേക്കും അവൻ സാധാരണ സംസാരിക്കുന്ന പോലെ എന്നോട് കുറേ നേരം സംസാരിച്ചു. ആൻ്റണി ചേട്ടനെ പറ്റിയും അവൻ ചോദിച്ചായിരുന്നു, ഈ വീഡിയോയുടെ വിഷയത്തെപ്പറ്റിയും അവൻ ചോദിച്ചു എന്ന് പറയുമ്പോഴേക്കും ആൻ്റണി ചൂടാവുന്നുണ്ട്. എന്നിട്ട് എന്താടാ നീ ഇതെന്നോട് നേരത്തെ പറയാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, കണ്ടില്ലേ സച്ചി എങ്ങനെയെങ്കിലും ഇതിൻ്റെ പിറകിൽ ആരാണെന്ന് അറിയാൻ ശ്രമിച്ചിരിക്കും ആൻ്റണി. ആൻ്റണിയാണ് ഇതിൻ്റെ പിന്നിലെന്നെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, ഞാനാണെന്ന് ഒരിക്കലും അറിയാൻ പോകുന്നില്ല ശ്രുതി, ഇനി അറിഞ്ഞാൽ തന്നെ ഇതിൻ്റെ പിന്നിൽ നീയാണെന്നൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കത്തില്ല എന്നൊക്കെ ആൻ്റണി ഉറപ്പ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പേടിക്കണ്ട, ഒരിക്കലും സച്ചിക്ക് ഞാനാണ് ആ വീഡിയോ റിലീസാക്കിയതെന്ന് കണ്ടുപിടിക്കാൻ കഴിയത്തേയില്ല. ഇനി കണ്ടുപിടിച്ചാലും ഞാൻ നിങ്ങളെ കാണിച്ചു കൊടുക്കാനേ പോകില്ല, ആ റൂട്ട് മാറ്റി വിട്ടോളാം എന്നൊക്കെ ആൻ്റണി പറയുവാണ്. അങ്ങനെ ശ്രുതി ആൻ്റണിയോട് ജാഗ്രതയായിട്ടിരിക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്നും പോവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.